നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഞെട്ടുകയാണ് ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട്. ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തൻ്റെ അച്ഛൻ്റെ മരണത്തിലല്ല, കൊലപാതകത്തിൽ, അങ്ങനെ തന്നെ പറയണം. കൊലപാതകത്തിൽ ഒരു മകൾ നെഞ്ചു പൊട്ടി ചില കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നതാണ് ആ ഓഡിയോ ക്ലിപ്പിലുള്ളത്. ആ ഓഡിയോ ക്ലിപ്പ് രമേശ് ചെന്നിത്തല ഒന്നല്ല പല ആവർത്തി കേൾക്കണം. ആഭ്യന്തര വകുപ്പിൽ ഒരു ഉടച്ചു വാർക്കൽ എത്രയും പെട്ടെന്ന് അത്യാവശ്യമാണ്. കാരണം കാക്കി ഇട്ട് കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥർ കാട്ടാളന്മാരാകുന്നതാണ് കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാക്കി നിക്കറിട്ട കുട്ടമ്പിള്ള പോലീസുമാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും ഉരുട്ടുന്നതിൻ്റെയും ഒക്കെ കഥകൾ നമ്മൾ പലപ്പോഴും സിനിമയിലാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പാൻറിട്ട പോലീസുകാർ കാണിച്ചു കൂട്ടുന്നത് അതിനേക്കാൾ വലിയ ചില ക്രൂരതകളാണ്. ജനമൈത്രി പോലീസുള്ള ഈ കാലത്താണ് ഇപ്പോഴും പോലീസുകാർ മുഷ്ടി ചുരുട്ടുന്നത്, അതും സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ട്. പാവപ്പെട്ടവനാണല്ലോ ഈ പോലീസുകാരുടെ ഇത്തരത്തിലുള്ള ഗുണ്ടായിസം സഹിക്കുന്നത് എല്ലാ കാലത്തും. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച പെരുമ്പുഴ സ്വദേശി സിയാദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ പോലീസിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരണപ്പെട്ട സിയാദിന്റെ മകൾ ആരോപണ വിധേയനായ പോലീസുകാരനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വരുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചൊന്ന് പൊള്ളും. കാരണം അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് കാവലാകേണ്ട പോലീസ് കാട്ടാളന്മാരാകുന്ന കാഴ്ച. ആ പെൺകുട്ടിയുടെ നെഞ്ചു പൊട്ടുകയാണ് ആ പോലീസുകാരനോട് സംസാരിക്കുമ്പോൾ. ഇയാളെയൊക്കെ എങ്ങനെയാണ് പോലീസ് എന്ന് വിളിക്കാൻ കഴിയുക? ആഭ്യന്തര വകുപ്പിൽ എത്രയും പെട്ടെന്നൊരു ഉടച്ചുവാർക്കൽ വേണം. ഈ ക്രിമിനൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുക തന്നെ വേണം. ആഭ്യന്തര വകുപ്പ് അതിനുള്ള ആർജവം കാണിക്കണം. രമേശ് ചെന്നിത്തല ശക്തമായ ഇടപെടൽ നടത്തണം. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല സാറേ. ഇങ്ങനെ അങ്ങ് സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ട് കയറിയാൽ എല്ലാവരും പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കാൻ. സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള കാലമാണ്. ഏമാന്മാരുടെ തൊപ്പി തെറിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ജന്തർ മന്ദറിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങിയപ്പോൾ ഒരു ഭരണകൂടം ഒന്നടങ്കം വിറച്ചത്. അതേ കാഴ്ച കേരളത്തിലും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണത്. ഇൻഫ്ലുവൻസർമാരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ ടാഗ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്ത് പോലീസ് സേന നാറിപ്പൂഴ്ത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിലൊരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത്. നിങ്ങൾക്കും അതിന് കഴിവില്ലെങ്കിൽ, നിങ്ങളും കഴുപ്പണം കെട്ട് നിൽക്കുകയാണെങ്കിൽ ജനം പ്രതികരിക്കും സാറേ. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇറങ്ങേണ്ടതാണ്. നമ്മൾ ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം എല്ലാവരും ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി രമേശ് ചെന്നിത്തലയാണ് എന്നാണ്. ആ ഒരു അംഗീകാരത്തിന് കളങ്കം വരുത്തരുത്. രമേശ് ചെന്നിത്തല കൃത്യമായ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ആവശ്യം. സിയാദിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടും പോലീസ് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മകൾ ഈ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത്. അച്ഛൻ്റെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് പഴുപ്പുണ്ടായി എന്നും ആരാണ് മർദ്ദിച്ചതെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ ചോദിച്ചിരുന്നതായും മകൾ പറയുന്നുണ്ട്. എന്നാൽ ഫോൺ സംഭാഷണത്തിൽ ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്ന നിലപാടാണ് അങ്ങേ തലയ്ക്കലെ ഏമാൻ സ്വീകരിച്ചത്. പപ്പയെ മർദ്ദിച്ചത് സാറല്ലേ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ അതൊക്കെ നിഷേധിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത്. ജൂൺ 16 രാത്രിയിലാണ് അയൽവാസിയായ 13-കാരനെ കാണാനില്ല എന്ന പരാതിയുടെ പേരിൽ കുണ്ടറ പോലീസ് സിയാദിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അസുഖബാധിതനായ സിയാദ് മരുന്ന് കഴിച്ചുറങ്ങാൻ കിടക്കുമ്പോഴായിരുന്നു പോലീസിന്റെ ഈ നടപടി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും കസ്റ്റഡിയിലും വെച്ച് SI അതുൽ, കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുടുംബം പരാതിപ്പെട്ടിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ കാണാതായ കുട്ടി തിരിച്ചെത്തിയതോടെയാണ് സിയാദിനെ പോലീസ് വിട്ടയച്ചത്. എന്നാൽ മർദ്ദനമേറ്റ അവശനായ സിയാദിനെ വാരിയെല്ലുകൾ തകർന്ന് ഇൻഫെക്ഷനായ നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജീപ്പിൽ കയറ്റിയത് മുതൽ സിയാദിന് ക്രൂരമായ മർദ്ദനമാണ് നേരിടേണ്ടി വന്നത് എന്നാണ് ഭാര്യയും സാക്ഷ്യപ്പെടുത്തുന്നത്.
സിയാദിന്റെ കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ആവശ്യവും ഇതോടെ ശക്തമാകുകയാണ്. ആ ശബ്ദരേഖ നമുക്ക് ഒന്ന് നോക്കാം. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ആ ശബ്ദരേഖ ഇവിടെ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ശബ്ദരേഖയിൽ മകൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സിയാദിന്റെ മകൾ അവിടെ പറയുന്നുണ്ട്, SI ശ്രീജിത്ത് സാർ അല്ലേ എന്നാണ് ആ മകൾ ചോദിക്കുന്നത്. ഉദ്യോഗസ്ഥൻ അപ്പോൾ അത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിയാദിന്റെ മകൾ പറയുകയാണ്, ഇന്നലെ ഒരു ദിവസം മിസ്സിംഗ് കേസിൽ പിടിച്ചോണ്ട് പോയില്ലേ വീട്ടിൽ നിന്ന്, പെരുമ്പഴേന്ന് ഒരാളെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് പിടിച്ചോണ്ട് പോയില്ലേ വീട്ടിൽ നിന്ന്. അതാണ് ആ മകൾ ആ ശബ്ദരേഖയിൽ പറയുന്നത്. ഓർമ്മയില്ലേ പെരുമ്പുഴ കുരിശടി അടുത്ത് 2 പിള്ളേരുടെ മിസ്സിംഗ് കേസിൽ. അപ്പോൾ ശ്രീജിത്ത് പറയുകയാണ് എന്നൊക്കെ ഏമാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മകൾ വീണ്ടും ചോദിക്കുകയാണ് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ ശ്രീജിത്ത് സാർ പറയുകയാണ് എന്ത് പറ്റി എന്ന്. എന്തോ പറ്റിയെന്നോ? അന്ന് സാറുമാരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ പപ്പയ്ക്ക് വയ്യാത്തതാണ് എന്ന്. അപ്പോൾ ശ്രീജിത്ത് സാറ് അങ്ങ് വലിയൊരു രോഷത്തോടെ ചോദിക്കുകയാണ് അതിനിപ്പോൾ എന്താ സംഭവം എന്താ എന്ന്. അപ്പോൾ മകൾ പറയുകയാണ് അന്ന് അവിടെ ഇടിച്ചെന്ന് പപ്പ അന്ന് തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. സാറാണ് ഇടിച്ചതെന്നും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പപ്പയ്ക്ക് വയ്യാതായി, എൻ്റെ പപ്പ പോയി. ഇതാണ് ആ മകൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പോൾ ശ്രീജിത്ത് സാറ് പറയുന്നുണ്ട് ഞാനോ എന്താ കാര്യമെന്ന് വീണ്ടും പറയുന്നു. അപ്പോൾ ആ കുട്ടി വീണ്ടും ആവർത്തിക്കുകയാണ് തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രിയിൽ പോയപ്പോൾ ആരാ ഇടിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചു. നട്ടെല്ല് മുഴുവൻ പഴുത്ത് സീരിയസ് ആയി കിടക്കുമായിരുന്നു. ഇപ്പോൾ പോയി സാറേ എൻ്റെ പപ്പ. അന്ന് സാറിൻ്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാണ്, ഇപ്പോൾ പോയി. ഞങ്ങൾക്കാണല്ലോ ഇപ്പോൾ എല്ലാം പോയത് എന്നാണ് ആ മകൾ പറയുന്നത്. സാറിനൊന്നും ഓർമ്മ കാണത്തില്ല, അന്ന് ഞാൻ പറഞ്ഞതാ പപ്പ ഗുളിക കഴിച്ചിട്ടാണ് കിടക്കുന്നത് എന്ന്. ഇങ്ങനെയാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഇതിൽ ഒരു കേസ് ശരിയാണ്, ഒരു പരാതി കിട്ടുന്നു. പരാതി കിട്ടുമ്പോൾ ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത്? അതിലൊരു കൃത്യമായ അന്വേഷണം നടത്താനുള്ള ഒരു ആർജവം കാണിക്കാതെ ഉടനെ തന്നെ കിട്ടിയ ആളെ എടുത്തിട്ട് ഇടിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴുള്ള കയറെടുപ്പിനെതിരെ എത്രയോ കാലങ്ങളായി, അതായത് സാധാരണക്കാരെയാണെന്ന് ഈ എടുത്തിട്ടിടിക്കുന്നത്. നിങ്ങൾ പ്രിവിലേജ് ഉള്ള ആളുകൾക്കെതിരെ അവർ എന്ത് കാണിച്ചാലും ഈ ഏമാന്മാർ പഞ്ചപുച്ഛമടക്കി മുണ്ടും അഴിച്ചിട്ട് അവർക്ക് മുൻപിൽ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഒന്നുമില്ലാത്തവനെ എന്തെങ്കിലും ചെയ്താൽ ആരും ചോദിക്കില്ല എന്നുള്ള അഹങ്കാരവും ധാർഷ്ട്യവുമാണോ പോലീസുകാർക്ക്? ആ ധാർഷ്ട്യവും അഹങ്കാരവും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല സാറേ. അതുകൊണ്ട് ശക്തമായ നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, തൊപ്പി തെറിപ്പിക്കണം. ജോലി പോയി വീട്ടിലിരിക്കുമ്പോൾ പഠിക്കും ഇവന്മാർ ഓരോരുത്തരും. ഒരാളുടെ ജോലി തെറിപ്പിച്ചു നോക്ക്, അന്ന് നന്നായിക്കോളും സേന. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കുക തന്നെ വേണം. അതിനുള്ള ആർജവം രമേശ് ചെന്നിത്തല കാണിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.